ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീയിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പാലക്കാട് ജില്ലയിൽ മാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നുണ്ട്. PGDCA അല്ലെങ്കിൽ DCA അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് എന്നിവയിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇംഗ്ലീഷ്, മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. പ്രായം 2025 ജനുവരി 1 40 കവിയരുത്. പ്രവൃത്തി പരിചയമുള്ളവർക്കും മാത്തൂർ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കും മുൻഗണന ലഭിക്കും. അപേക്ഷകൾ ഒക്ടോബർ 4 വൈകിട്ട് 5 മണിക്കുള്ളിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖാന്തരമോ എത്തിക്കേണ്ടതാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ മരുത റോഡ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഒരു ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വാക്കിൻ ഇൻ്റർവ്യൂ സെപ്റ്റംബർ 29 തിങ്കളാഴ്ച നടക്കും. +2 ഡാറ്റ എൻട്രി കോഴ്സ് അല്ലെങ്കിൽ DCA അല്ലെങ്കിൽ PGDCA ആണ് യോഗ്യത വരുന്നത്. പ്രായപരിധി 20 മുതൽ 50 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയും സഹിതം സെപ്റ്റംബർ 29 തിങ്കളാഴ്ച രാവിലെ 10:30 മുൻപ് മരുത റോഡ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തണം. അടുത്തത് പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇലക്ട്രിക്കൽ, ട്രേഡ്സ്മാൻ വെൽഡിംഗ്, ട്രേഡ്സ്മാൻ ടേണിംഗ് തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത വരുന്നത്. ട്രേഡ്സ്മാൻ വെൽഡിംഗ്, ട്രേഡ്സ്മാൻ ടേണിംഗ് തസ്തികകളിലേക്ക് ബന്ധപ്പെട്ട ട്രേഡ് THSLC വിജയം അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITA അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിപ്ലോമയാണ് യോഗ്യത. അഭിമുഖം സെപ്റ്റംബർ 29 രാവിലെ 10 മണിക്ക് കോളേജിൽ വെച്ച് നടക്കും. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, മറ്റ് യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട വകുപ്പ് തലവൻ മുൻപാകെ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ മരുത റോഡ് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ വാഹനം ഓടിക്കുന്നതിന് വനിതാ ഡ്രൈവറെ ആവശ്യമുണ്ട്. മരുത റോഡ് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ കുടുംബശ്രീയിൽ അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതമുള്ള അപേക്ഷ സെപ്റ്റംബർ 29 ഗ്രാമപഞ്ചായത്തിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കോഴിക്കോട് മേഖലാ ലബോറട്ടറിയിലേക്ക് 1 വർഷത്തേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സയന്റിഫിക് അപ്രന്റീസുമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അഭിമുഖം ഒക്ടോബർ 4 രാവിലെ 11 മുതൽ കോഴിക്കോട് മേഖലാ കാര്യാലയത്തിൽ നടക്കും. പ്രായപരിധി 2024 ജനുവരി 1 28 വയസ്സ് കവിയരുത്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് സയൻസ് എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ 50% കുറയാത്ത ബിരുദാനന്തര ബിരുദമാണ്. മുമ്പ് ബോർഡിൽ അപ്രന്റീസ് പരിശീലനം നേടിയവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 10,000 രൂപയാണ് ലഭിക്കുന്നത്. അസൽ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉൾപ്പെടെ 6 മാസത്തിനുള്ളിലെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ സെപ്റ്റംബർ 29 രാവിലെ 10:30 മുതൽ ജില്ലയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട്. ഓപ്പറേഷൻ മാനേജർ, ഡെസ്ക്ടോപ്പ് സപ്പോർട്ട് എഞ്ചിനീയർ, ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്, സബ്ജക്റ്റ് മാറ്റർ എക്സ്പെർട്ട്, ക്വാളിറ്റി ഓഡിറ്റർ, ടീം മാനേജർ, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, ക്ലർക്ക് എന്നീ തസ്തികകളിലേക്കാണ് കൂടിക്കാഴ്ച. നിശ്ചിത യോഗ്യതയുള്ളവർക്ക് തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പും 300 രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പേര് രജിസ്റ്റർ ചെയ്ത് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. നിലവിൽ രജിസ്റ്റർ ചെയ്തവർക്ക് രജിസ്ട്രേഷൻ സ്ലിപ്പുമായി പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കാസർഗോഡ് ജില്ലയിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല മെഗാ തൊഴിൽമേള സെപ്റ്റംബർ 29 തിങ്കളാഴ്ച വിദ്യാനഗർ സൺറൈസ് പാർക്ക് ഹാളിൽ നടക്കും. ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള 35 കമ്പനികൾ മേളയിൽ പങ്കെടുക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും 5 കോപ്പിയും ബയോഡേറ്റയുമായി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപമുള്ള സൺറൈസ് പാർക്ക് ഹാളിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. സൈക്യാട്രിസ്റ്റ് തസ്തികയിലേക്ക് MBBS, MD അല്ലെങ്കിൽ DNB, സൈക്യാട്രി അല്ലെങ്കിൽ DPM എന്നിവയാണ് യോഗ്യത വരുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് MPhil അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ PGDCPയും
RCA രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. MBBS TCMC രജിസ്ട്രേഷൻ യോഗ്യതയുള്ളവർക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. സൈക്യാട്രി PG ഉള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം സെപ്റ്റംബർ 29 രാവിലെ 10:30 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. അടുത്തത് വയനാട് ജില്ലയിൽ കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് ഈരംകൊല്ലി രാമൻ സ്മാരക ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് ആയുർകർമ്മ OP അധിഷ്ഠിത പഞ്ചകർമ്മ ചികിത്സാ പദ്ധതിയിലേക്ക് കരാറടിസ്ഥാനത്തിൽ ആയുർവേദ തെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. സർക്കാർ അംഗീകൃത DAME ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഒക്ടോബർ 4 രാവിലെ 11 മണിക്ക് ഈരംകൊല്ലി രാമൻ സ്മാരക ആയുർവേദ ഡിസ്പെൻസറിയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിലെ പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയിൽ അനിമേറ്റർ കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഡിഗ്രിയും ട്രൈബൽ മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 25-നും 40-നും മധ്യ പ്രായമുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവരും കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗമോ അല്ലെങ്കിൽ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയവർക്ക് അപേക്ഷിക്കാം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ST അല്ലെങ്കിൽ ഓക്സിലറി അല്ലെങ്കിൽ ആശ്രയ കുടുംബാംഗം അല്ലെങ്കിൽ ഭിന്നശേഷി എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഉള്ളടക്കം ചെയ്യണം. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ 2025 ഒക്ടോബർ 5 വൈകിട്ട് 5 മണിക്ക് മുൻപായി ലഭ്യമാക്കണം. കവറിന് മുകളിൽ അനിമേറ്റർ കോർഡിനേറ്റർ ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തണം. അപേക്ഷകൾ അയക്കേണ്ട വിലാസം: ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 676505. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.